ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മഷ്റൂം പുലാവാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് മഷ്റൂമാണ്. അത് നേരത്തെ തന്നെ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഒരു മിക്സി ജാറിലേക്ക് 2-3 കഷ്ണം പട്ട, 2 ഏലക്കായ, ജാതിപത്രി, പെരുംജീരകം, 2 ഗ്രാമ്പൂ, 3 പച്ചമുളക്, മല്ലിയിലയും പുതിനയിലയും കുറച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ 10 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു പേസ്റ്റ് ആക്കിയിട്ട് അടിച്ച് വയ്ക്കാം. എന്നിട്ട് ചൂടായ പാത്രത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് 2 ബേ ലീഫ് ഇട്ടിട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. പിന്നെ 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് വഴറ്റുക. നന്നായി വഴണ്ടി വരുമ്പോൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ചേർത്ത് നന്നായി ചൂടാക്കണം. നല്ലോണം വഴണ്ടി വരുമ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തേക്കുക. എന്നിട്ട് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമ്മൾ ഒരു വിസിൽ കൊടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ചേർക്കുക. അതേപോലെ മഷ്റൂമും ചേർക്കുക. പിന്നെ 2 ഗ്ലാസ് ജീരകശാല അരിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് കഴുകി കുറച്ച് നേരം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഈ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ 2 ഗ്ലാസ് അരിക്ക് ഞാൻ 3.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അരി ചേർത്ത ശേഷം വെള്ളം ചേർത്തിട്ട് അതിന് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നാരങ്ങയുടെ ഒരു പീസിൻ്റെ നീരും കൂടെ അതിലേക്ക് ചേർത്ത ശേഷം നന്നായി ഇളക്കി അത് വേവാനായിട്ട് അടച്ചു വയ്ക്കാം. നന്നായി വെന്ത് വെള്ളം വറ്റി വരുന്ന സമയത്ത് അടുത്ത ഒരു ദോശക്കല്ല് ചൂടാക്കി അതിലോട്ട് ഈ പാത്രം വെച്ച ശേഷം ഒരു വെയിറ്റ് അതിൻ്റെ മേലെ എടുത്ത് വയ്ക്കുക. ദം ചെയ്യാനായിട്ടാണത്. എന്നിട്ട് വീണ്ടും പാനിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുക. ഒരു അരമണിക്കൂർ ദം ഇട്ട ശേഷം പാത്രം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ വറുത്ത് കോരി അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് സെർവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഈ മഷ്റൂം പുലാവ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എന്നിട്ട് കമൻറ്റ്